ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളൊരു ഗെയിമൊക്കെ കളിച്ചിട്ട് കുറെ നാളായില്ലേ. ഈ എപ്പിസോഡിൽ നമുക്കൊരു ഗെയിം കളിച്ചു നോക്കിയാലോ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സീന് അത് ഏത് സിനിമയിലെന്ന് ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ. ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നതാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഫാന്റസി മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഒരിടത്തൊരിടത്ത് ഈ ട്രാവലിംഗ് തിയേറ്റർ ഒക്കെ നടത്തുന്ന വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പെർണോസിസ് എന്നാണ്. പെർണോസിസിന് അതിസുന്ദരയായിട്ടുള്ള ഒരു മകളുണ്ടായിരുന്നു. മകളുടെ പേര് ടീന എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ പെർഫോം ചെയ്യാനായിട്ട് രണ്ടാളുകളുണ്ട്. ഒരാളുടെ പേര് ആന്റൺ എന്നും മറ്റേ ആളുടെ പേര് പെർസി എന്നുമാണ്. ഡോക്ടറാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ. ഇവരിങ്ങനെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് ഇവരെ തിയേറ്റർ ഓപ്പൺ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ആളുകളെ മുഴുവനും എന്റർടൈൻ ചെയ്യുക. അതായിരുന്നു ഇവരുടെ ജോലി. പണ്ട് നമ്മുടെ നാട്ടിലും ഇതേപോലെ ചെറിയ ചെറിയ ട്രൂപ്പുകൾ വരാറുണ്ടായിരുന്നില്ലേ. അതേപോലെ ട്രാവൽ ചെയ്ത് പെർഫോം ചെയ്യുന്ന ആളുകളാണ് ഇവര്. അങ്ങനെ ഒരു ദിവസം ഇവർ പതിവ് പോലെ ലണ്ടൻ നഗരത്തിലുണ്ടായിരുന്ന ഒരു പബ്ബിന് മുന്നിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പബ്ബിൽ നിന്നും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് കുറച്ച് ആളുകൾ ഇവരുടെ ഈ ഒരു തിയേറ്ററിലേക്ക് കയറി വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ഇവന്മാരിപ്പോ ആവശ്യമില്ലാതെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന ഒരു പയ്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർസീനെ പിടിച്ചടിച്ചിട്ട് ആ ഒരു സ്റ്റേജിൽ നിന്നും പിടിച്ച് തള്ളി താഴേക്ക് ഇടുകയാണ്. മറ്റൊരുത്തനാണെന്നുണ്ടെങ്കിൽ ടീനയുടെ പുറകെ തന്നെ ഓടുന്നുണ്ട്. ടീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പ്ലാസ്റ്റിക് മിററിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇവളെ ചേസ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഡ്രിങ്കറും ഇവളുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. മിററിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇമാജിനേറിയം. ടീനയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ തെക്ക് വടക്ക് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രിങ്കറും അവളെ പിടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവളിപ്പോ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് ഇവനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാണ്. അവന് നല്ല കുത്തു കൊടുത്തിട്ട് ഇപ്പൊ നിലത്തേക്ക് തള്ളി വിടുന്നുണ്ട്. അതിനുശേഷം ടീന ഇപ്പൊ ഓടി പുറത്തേക്ക് വരികയാണ്. നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്ന ഡ്രിങ്കർ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ടീന പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വഴിയാണ് ഇപ്പൊ ഇവിടുന്ന് പുറത്ത് കിടക്കേണ്ടതെന്ന് അയാൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇങ്ങനെ കിളി പോയി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് അവന് തൂക്കിയെടുക്കുന്നുണ്ട്. നേരെ അവനെ കൊണ്ടുപോയത് സ്പേസിലേക്കായിരുന്നു. അവിടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും ഇവന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ജെല്ലി ഫിഷ് ഒക്കെ ആ ഒരു സ്പേസിൽ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇവനിപ്പോ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇവനെ തൂക്കി മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു കൈ ഇവനെ നിലത്തേക്ക് വിടുകയാണ്. അവൻ നേരെ വന്ന് വീണത് മറ്റേതോ ഒരു പ്ലാനറ്റിലേക്കാണ്. അവിടെ വെച്ചിട്ട് അവന് രണ്ട് ചോയ്സ് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മൗണ്ടൈൻ കയറിയിട്ട് ഏറ്റവും മുകളിലെത്തണം. അങ്ങനെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് മുഴുവനും അവന് സന്തോഷമായിട്ട് ജീവിക്കാം. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഇവൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ബാർ ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് മരിക്കുന്നത് വരെ ഇഷ്ടം പോലെ കുടിക്കാം. ഇവനൊരു ഡ്രിങ്കർ ആയതുകൊണ്ട് തന്നെ ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്തെന്നുള്ളത് നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ നേരെ ആ ഒരു ബാറിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇവൻ കയറിയ ഉടനെ തന്നെ ആ ഒരു ബാർ മുഴുവനും പൊട്ടിത്തെറിച്ചിട്ട് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. ഇപ്പോഴാണ് കാണിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ചോയ്സ് ക്രിയേറ്റ് ചെയ്തത് അത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു ചോയ്സ് ക്രിയേറ്റ് ചെയ്തത് ആരായിരിക്കും? അത് നിക്കുന്ന പേരുള്ള ഒരു ഡെവിളാണ്. അതായത് കാലങ്ങളായിട്ട് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഈ ഒരു ഡെവിളും തമ്മിൽ ഒരു മത്സരത്തിലാണ്. ആരുടെ ഓപ്ഷനാണ് വലുത്, ഏത് ഓപ്ഷൻ ആയിരിക്കും ആളുകൾ ചൂസ് ചെയ്യുക, അങ്ങനെ ഒരു കൗണ്ട് ഉണ്ടാക്കാനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഡോക്ടർ കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അധികാരം ചൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ അത് കുറച്ച് കഠിനമായിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഡെവിളായിട്ടുള്ള നെക്ക് കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻസ് അത് എപ്പോഴും വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഫ്രൈ ആവും. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മെഡിറ്റേഷനിൽ നിന്നും ഇപ്പോൾ കണ്ണു തുറക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മിസ്സായി പോയിട്ടുള്ള ആ ഒരു ഡ്രിങ്കറിനെ തെരഞ്ഞിട്ട് പോലീസുകാരെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പോലീസ് വന്നിട്ട് ഡോക്ടറിന്റെ അടുത്തും ചില കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഡോക്ടർ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഇമാജിനറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേൾഡിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു എവിഡൻസും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരിപ്പോ അയാളെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ അവിടുന്ന് പോവുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഡോക്ടർ ഇപ്പോ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അവിടുന്ന് വേറൊരു നാട്ടിലേക്ക് വന്നിട്ട് ആളുകളുടെ മുന്നിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു പയ്യൻ ഇവരുടെ സ്റ്റേജിലേക്ക് ഓടി കയറി വരുന്നുണ്ട്. അവൻ നേരെ ആ ഒരു ഇമാജിനറിയുടെ ഉള്ളിലേക്ക് പോവാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ ടീന ഈ ഒരു കാര്യമെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവനിപ്പോ ആന്റനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു പയ്യനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ആന്റനും ഇമാജിനറിയുടെ ഉള്ളിലേക്ക് പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മുഴുവനും ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ആ ഒരു ഇമാജിനറി ഉണ്ടായിരുന്നത്. ഈ ഒരു പയ്യനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് റിയൽ വേൾഡിൽ ഈ ഒരു പയ്യന്റെ പാരന്റ്സ് വരികയാണ്. അവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അച്ഛൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ ഇപ്പോ എന്തോ ഒരു മാജിക് ഉപയോഗിച്ചിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ഈ ഒരു സമയത്തേക്കും മിസ്റ്റർ നിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാൾ ഇപ്പൊ നമ്മുടെ ഡോക്ടറിനോട് പറയാണ്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് തീരാനായിട്ട് ഇനി വെറും കുറച്ച് നാളുകളെ ബാക്കിയുള്ളൂ, അതിനു വേണ്ടിയിട്ട് റെഡി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവിടുന്ന് പോവാണ്. ഈ എഗ്രിമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന്റെ മകളായിട്ടുള്ള ടീനയില്ലേ, അവൾക്ക് 16 വയസ്സ് തികയുന്ന സമയത്ത് അവളെ നിക്കിന്റെ കൂടെ പറഞ്ഞു വിടണം. അതായിരുന്നു ആ ഒരു എഗ്രിമെന്റ്. ടീനയുടെ 16ാമത്തെ
7th ബർത്ത്ഡേക്ക് ഇനി അധികം ദിവസമല്ല. അത് ആലോചിച്ചിട്ട് ഡോക്ടറിന് ഒരുപാട് ടെൻഷൻ ആവുകയാണ്. ഇപ്പോൾ ഇവർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി അവർ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇതിനിടയിൽ ഡോക്ടർ ടെൻഷനായിട്ട് ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഫെർണോസിസ് ഒരു മോങ്ക് ആയിരുന്നു. അദ്ദേഹം കുറെ സ്റ്റുഡൻസിനെ എല്ലാം ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആളുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട്. അല്ലാതെ എളുപ്പ വഴിയിൽ ഒന്നും നേടിയെടുക്കാനായിട്ട് പാടില്ല. ഇങ്ങനെയൊക്കെ ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഡെവിൾ ആയിട്ടുള്ള മിസ്റ്റർ നിക്ക് നമ്മുടെ പെർണോസിസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മിസ്റ്റർ നിക്ക് നമ്മുടെ ഡോക്ടറുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണ്. ആളുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വളരെ എളുപ്പം സാധിക്കുന്ന വഴിയായിരിക്കും. അങ്ങനെയായിരുന്നു ഈ ഒരു ഡെവിളിന്റെ വാദം. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ആ ഒരു സംവാദത്തിൽ നമ്മുടെ ഡോക്ടർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിച്ചതുകൊണ്ട് തന്നെ മിസ്റ്റർ നിക്ക് നമ്മുടെ ഡോക്ടറിന് ഒരു സമ്മാനം കൊടുക്കുകയാണ്. ആ ഒരു സമ്മാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണമില്ലാത്ത ജീവിതമായിരുന്നു. അങ്ങനെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണ് സ്വീകരിക്കാതിരിക്കുക? അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ ഒരുപാട് സന്തോഷത്തോടെ മിസ്റ്റർ നിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൈസ് സ്വീകരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഇപ്പോൾ ഇമ്മോർട്ടൽ ആയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് അത് നിക്ക് വിരിച്ചിട്ടുള്ള ഒരു വലയായിരുന്നു. ആ ഒരു ചതിയിലേക്കാണ് നമ്മുടെ ഡോക്ടർ അറിയാതെ എടുത്ത് ചാടിയത്. വില്ലന് ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെയുള്ള ചലഞ്ചുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടറിന് ഇമ്മോർട്ടാലിറ്റി കൊടുത്തിട്ട് ഇത്രയും കാലം ഓരോരോ കാര്യത്തിൽ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രസന്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിൽക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ ആന്റണിനെ വിളിച്ചിട്ട് എന്താ പെട്ടെന്ന് വണ്ടി നിർത്തിയത് അങ്ങനെയൊക്കെ വിളിച്ചു ചോദിക്കുകയാണ്. സാർ അത് പിന്നെ ആ ഒരു ബ്രിഡ്ജിൽ ആരോ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇടിമിന്നൽ അടിച്ചു കഴിഞ്ഞപ്പോ വെള്ളത്തിൽ ഞാൻ ആ ഒരു നിഴല് കണ്ടതാണ്, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ആ ഒരു ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ പെട്ടെന്ന് ഡോക്ടറും ടീമും കൂടിയിട്ട് അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തിയിട്ട് കരയിലേക്ക് കയറ്റുകയാണ്. വലിച്ചു കയറ്റിയ സമയത്ത് തന്നെ അവന്റെ തൊണ്ടയിൽ നിന്നും ഒരു ട്യൂബ് ഇപ്പൊ പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഈ ഒരു ട്യൂബ് അവന്റെ തൊണ്ടയിൽ ഇറക്കി വെച്ചതുകൊണ്ടാണ് ഇത്രയും നേരം ആ ഒരു കയറിൽ തൂങ്ങി കിടന്നിട്ടും അവൻ മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുള്ളത്. പിറ്റേ ദിവസം അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോ അവന്റെ പേര് ടോണി എന്നല്ലാതെ മറ്റൊരു കാര്യവും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ടീന ഇപ്പൊ പറയാണ് ഇവൻ നല്ലോണം ക്യൂർ ആവുന്നത് വരെ നമ്മുടെ കൂടെ നിന്നോട്ടെ, നമ്മുടെ ഷോയിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരാളും കൂടി ആവുമല്ലോ. ഈ ഒരു കാര്യം ഇപ്പോ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ടോണി ഇവരുടെ കൂടെ കൂടുകയാണ്. അന്ന് രാത്രി ഇവരൊരു ഷോയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടോണി നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമ്മുടെ ടീനയും കൂട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ആന്റന് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ആന്റൺ ടീനയെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഭയങ്കര ടെൻഷനായിട്ട് ഈ ഒരു ഷോ നടക്കുന്ന സമയത്തും ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോയിന്റെ ഇടയിൽ വെച്ചിട്ട് അയാൾ നിലത്തേക്ക് വീഴാണ്. ഇപ്പൊ എല്ലാവരും കൂടി ഡോക്ടറിനെ പിടിച്ചെണീപ്പിച്ച് ഒരു സ്ഥലത്തോട്ടേക്ക് എടുത്താണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഡെവിള് ഒരു ടൈം പീസുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ നിന്റെ മകളെ ഞാൻ എന്റെ കൂടെ അടിമയായിട്ട് കൂട്ടും, അത്രയും നാളെങ്കിലും നീ സന്തോഷമായിട്ട് ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അയാൾ ഇപ്പൊ പുതിയൊരു ഓഫറും കൂടി വെച്ചിരിക്കുകയാണ്. ടീനയുടെ ബർത്ത്ഡേ ആവാനായിട്ട് ഇനി അധികം സമയമില്ലെന്ന് നിനക്ക് അറിയാലോ. അതിനു മുന്നേ 5 ആളുകളെ നിന്റെ ഓപ്ഷൻ തെരഞ്ഞെടുക്കാനായിട്ട് നീ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിൽ നിന്നും ഞാൻ പിന്മാറാം. അതായത് ടീനെ നീ എനിക്ക് വിട്ടുതരേണ്ട ആവശ്യമില്ല. അഥവാ നിനക്കത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവളെ അടിമയായിട്ട് കൊണ്ടുപോകും. ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് 5 പേരെ ഡോക്ടറിന്റെ ഓപ്ഷൻ തെരഞ്ഞെടുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ്. എന്നാലും വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ ഇപ്പോൾ അതിന് സമ്മതിക്കുന്നുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുള്ള ടോണിയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ ടീമിനെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ്. നമ്മളിനി അങ്ങോട്ട് ഒരുപാട് ഷോസ് ചെയ്യണം, ഒരുപാട് ആളുകളെ നമ്മുടെ തിയേറ്ററിലേക്ക് കയറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ചലഞ്ചിൽ ജയിക്കാനായിട്ട് സാധിക്കും. ടീനയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ പറയാണ്. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷോ നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഇവരുടെ ആ ഒരു തിയേറ്റർ മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. ഇത് കണ്ടിട്ടുള്ള ആന്റണി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫോഴ്സ്ഫുള്ളി ഒരു പെൺകുട്ടിയെ എടുത്തിട്ട് ആ ഒരു ഇമാജിനറിയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇത് കണ്ടിട്ടുള്ള അവരുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്നിട്ട് ഡോക്ടറിന്റെ ആ ഒരു തിയേറ്റർ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജീവനെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ആ ഒരു വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ടോണി ഇപ്പോ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്. ഇതേ സമയത്ത് ഇമാജിനറിയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റൺ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പെൺകുട്ടിയില്ലേ, അവളെ മിസ്റ്റർ നിക്ക് പല കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് കൺവിൻസ് ചെയ്ത് അവന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ ആ ഒരു ഇമ്മോർട്ടാലിറ്റി അതൊരു വലിയ ടോർച്ചർ ആയിട്ടാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വയസ്സായിട്ടുണ്ടെങ്കിലും അയാൾ മരിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇമ്മോർട്ടാലിറ്റിയെ അയാൾ ഒരു ശാപമായിട്ട് വിചാരിക്കുന്നത്. ഡോക്ടർ കുറെ കാലങ്ങൾക്ക് മുന്നേ ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെ അദ്ദേഹം പിച്ചെടുത്ത് നടക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഡോക്ടറിന്റെ മുഖത്ത് പോലും നോക്കാതെ ഡോക്ടറിന് പൈസ കൊടുത്തിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടറിന് ഇവളെ കണ്ട സമയത്ത് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് വയസ്സായിട്ടില്ലേ, എന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രണയം അത് അയാൾക്ക് മാറ്റിവെക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കോലത്തിലും വയസ്സിലും ഇരുന്നിട്ട് ഞാൻ എങ്ങനെയാണ് അവളെ പ്രണയിക്കുക? അങ്ങനെയൊക്കെ ഡോക്ടർ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് മിസ്റ്റർ നിക്ക് വരുന്നുണ്ട്. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. നീ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു പെണ്ണിനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കേ. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു പെൺകുട്ടി
ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് 16 വയസ്സാവുന്ന സമയത്ത് ആ പെൺകുട്ടിയെ നീ എനിക്ക് തരണം. ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞ സമയത്ത് അവളോടുള്ള പ്രണയം കാരണം ഒരു കാര്യം ആലോചിക്കാതെ ഈ ഒരു ബെറ്റിന് ഓക്കെ പറയാണ്. അങ്ങനെ ഡെവിളായിട്ടുള്ള നിക്കിന്റെ സഹായത്തോടു കൂടി ഹീറോ ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ജനിച്ച കുട്ടിയാണ് ടീന. ഡീന ജനിച്ച് അധികം കഴിയുന്നതിന് മുന്നേ തന്നെ എന്തോ ഒരു അസുഖം വന്നിട്ട് അവളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഹീറോയ്ക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ടീന അല്ലാതെ ഇപ്പോ മറ്റാരുമില്ല. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും എന്റെ മകളെ രക്ഷിക്കണമെന്ന് ഹീറോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. ടോണി വന്നിട്ട് ഡോക്ടറോട് പറയാണ്, നമ്മളുടെ ഈ ഒരു തിയേറ്റർ ഭയങ്കര ഓൾഡ് ഫാഷനാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പുതിയ രീതിയിൽ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആളുകളെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്താലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്താൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ബെറ്റിൽ ജയിക്കാന്ന് വിചാരിച്ചിട്ട് അതിന് ഓക്കെ പറയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒരു തിയേറ്റർ ഭയങ്കര മോഡേൺ ആക്കി മാറ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ്യൂം എല്ലാം തന്നെ മാറ്റിയിട്ട് പുതിയ മോഡേൺ ആയിട്ടുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ടോണി ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന പെണ്ണുങ്ങളോടെല്ലാം സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരെല്ലാം വലയിൽ വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാവരും തന്നെ ഇവരുടെ കസ്റ്റമർ ആക്കി മാറ്റാണ്. കുറെ സമയത്തിന് ശേഷം ടോണി ഒരു ലേഡിയെ ഈ ഒരു ഇമാജിനറിയത്തിലേക്ക് കയറ്റിവിടുന്നുണ്ട്. എന്നിട്ട് ടോണിയും അവളുടെ പുറകെ തന്നെ പോവാണ്. ടോണി ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ഇമാജിനറിയത്തിലേക്ക് പോകുന്നത്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഡിയുടെ മൈൻഡ് സെറ്റ് മാതിരി ആ ഒരു വേൾഡ് മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മോഡലിലുള്ള ഷൂസ്, പെർഫ്യൂം, മാല, വള, കമ്മല്, അങ്ങനെ ഒരു ഫാൻസി സ്റ്റോർ പോലെയാണ് ഇപ്പൊ ആ ഒരു വേൾഡ് ഉള്ളത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അങ്ങനെ ആ ഒരു ലേഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അവരും ഇതെല്ലാം കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് സ്ഥിരമായിട്ട് നടക്കുന്നത് പോലെ ആ ലേഡിയുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് വെക്കുകയാണ്. ഒന്ന് നമ്മുടെ ഡോക്ടറിന്റെ ഓപ്ഷനും രണ്ടാമത്തേത് മിസ്റ്റർ നിക്കിന്റെ ഓപ്ഷനും. ടോണി ഇപ്പോൾ എങ്ങനെയൊക്കെയോ ആ ഒരു ലേഡീനെ കൺവിൻസ് ചെയ്തിട്ട് ഡോക്ടറിന്റെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമാജിനറിയത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുറത്തു വന്ന ഉടനെ തന്നെ എന്റെ ലൈഫിൽ ഇത്രയും നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കി തന്നതിന് ഡോക്ടറിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതിയിട്ട് ഡോക്ടറിന് കൊടുക്കുകയാണ്. ഓഡിയൻസും ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമാജിനറിയത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ടേക്ക് വരികയാണ്. ഡോക്ടറിന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് 4 പേരെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 4 പേരെ ഡോക്ടറിന്റെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടറിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ്. ഇനി വെറും ഒരാളെ മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. ആ ഒരു ബെറ്റിൽ നമ്മുടെ ഡോക്ടർ ജയിക്കും. അവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം മിസ്റ്റർ നിക്കും ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ആ ഒരാളെ കൺവേർട്ട് ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് ഈ ഒരു ഡെവൽ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്ന ആ ഒരു സ്ട്രീറ്റിലേക്ക് കുറച്ച് ആളുകൾ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. ഇവരെ കണ്ട സമയത്ത് തന്നെ ടോണി നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവരും ടോണിയെ കാണുന്നുണ്ട്. ഇപ്പോ ടോണി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാജിനറിയത്തിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറാണ്. ഇവനെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു 4 ആളുകളും ഇവന്റെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. ടോണിക്ക് അവന്റെ പാസ്റ്റ് ഓർമ്മയില്ല എന്ന് പറയുന്നത് അത് വെറും ഒരു കള്ളത്തരം മാത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻസിഡന്റിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. ടോണി ഇവരെ നിന്ന് ഒരുപാട് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. അതൊന്നും തിരിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവനെ അന്വേഷിച്ചിട്ട് ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ടോണിയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു ലാഡറിന്റെ മുകളിലേക്ക് അങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടോണിയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ആന്റനും ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ആന്റണി ഇവരോട് ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അതിലുണ്ടായിരുന്ന ഒരുത്തൻ ആന്റണി ഇടിച്ച് നിലത്തേക്കിട്ടാണ്. ഇതേ സമയത്ത് തന്നെ മണ്ണിന്റെ അടിയിൽ നിന്നും നമ്മുടെ ഡോക്ടറിന്റെ രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു അങ്ങനെ പൊങ്ങി വരികയാണ്. അത് ഇവിടേക്ക് ഓടിക്കേറിയിട്ടുള്ള ആ ഒരു 4 പേർക്കുള്ള ഓപ്ഷൻ ആയിരുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെ വലിയൊരു ലേഡി പ്രത്യക്ഷപ്പെടുകയാണ്. ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഓരോരോ ഓഫറൊക്കെ കൊടുത്തിട്ട് ഇവരെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഓടിക്കേറിയിട്ടുള്ള ആ ഒരു 4 ആളുകളും ആ ലേഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മയങ്ങിയിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അങ്ങനെ 4 പേരും മിസ്റ്റർ നിക്കിന്റെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ മിസ്റ്റർ നിക്ക് ആ ഒരു പന്തയത്തിൽ ജയിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞിട്ടുള്ള ആന്റണും ഡോക്ടറും ഒക്കെ വളരെ വിഷമത്തിലാവാണ്. ഈ ഒരു സമയത്ത് ആന്റൺ ടോണിയെ അടിക്കാനായിട്ട് വരാണ്. നീ ഞങ്ങളോട് കള്ളം പറയാറുന്നല്ലേ, നിനക്ക് നിന്റെ പാസ്റ്റ് ഓർമ്മയില്ലെങ്കിൽ നീ എന്തിനാണ് അവർ വന്നപ്പോൾ ഓടിയത്? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആന്റൺ ടോണിയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ നുണ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കണമായിരുന്നു. ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുള്ളത് ആരാന്ന് നിനക്കറിയോ? അവര് റഷ്യൻ മാഫിയാണ്. ഞാൻ അവരുടെ കൂടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തില് ഈ ഒരു മാഫിയ ചെറിയ കുട്ടികളുടെ ഓർഗൻസ് കടത്തുന്ന ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ അവരുടെ ശത്രുവായി. അതുകൊണ്ടാണ് ഇവരെന്നെ കൊല്ലാനായിട്ട് തെരഞ്ഞു നടക്കുന്നത്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആന്റണി കൺവിൻസ്ഡ് ആവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ റിയൽ ആയിട്ടുള്ള വേൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ടീനയുടെ അടുത്തേക്ക് വന്നതാണ്. 16ാമത്തെ വയസ്സിൽ ഇവളെ മിസ്റ്റർ നിക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യമൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ ടീനയോട് പറയാണ്. ഇവര് തമ്മിൽ ബെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോ നിന്നെ വിട്ടുകൊടുക്കാതെ വേറൊരു രക്ഷയില്ല. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ടീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവളിപ്പോ ഡോക്ടറിനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആന്റൺ ടോണിയുടെ ആ ഒരു റിയൽ ഫേസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു.
റഷ്യൻ മാഫിയാണ് ആ ഒരു കുട്ടികളുടെ ഓർഗൻസ് എല്ലാം കടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നാൽ അതൊന്നും ശരിയല്ലായിരുന്നു. ആക്ച്വലി ആ ഒരു ഓർഗൻ ട്രേഡിങ് ചെയ്തുകൊണ്ടിരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല, അത് ടോണി തന്നെയായിരുന്നു. ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞിട്ട് അവനിപ്പോ ടീനയോട് അതെല്ലാം പറയാനായിട്ട് വരികയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ടോണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും പറയാൻ സമ്മതിക്കാതെ ആന്റണെ അവനിപ്പോ പിടിച്ചു മാറ്റുന്നുണ്ട്. അതിനുശേഷം ടീനയെ ആ ഒരു ഇമാജിനറിയൻ വേൾഡിലേക്ക് ടോണി തള്ളിവിടുന്നുണ്ട്. ടോണിയും ഇപ്പോ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ടീന കണ്ണു തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പുഴയിലൂടെ ടീനയും ടോണിയും കൂടെ പോകുന്നതാണ് കാണുന്നത്. ഇവന്റെ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ടീനയ്ക്ക് അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ വളരെ നല്ലൊരാളാണ്, എന്നെ അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ടീന ടോണിയെ ലവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ടോണി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമാജിനറിയും ഇവരുടെ ഇമാജിനേഷൻ പവർ വെച്ചിട്ട് അതൊരു റിയൽ വേൾഡ് പോലെ ആക്കി മാറ്റുകയാണ്. അവിടെ ടീന ഇവന്റെ വൈഫായിരുന്നു. അതുപോലെ ഇവന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനുമായി മാറുകയാണ്. ഒരുപാട് ഫാൻസും ഇവനുണ്ടായിരുന്നു. അങ്ങനെ ടീനയും കൂടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ആ ഒരു വേൾഡിന്റെ ഉള്ളിൽ ഇവർ രണ്ടുപേരും ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആന്റൺ ചെറിയൊരു കുട്ടിയുടെ രൂപത്തില് നമ്മുടെ ടീനയുടെ മുന്നിലേക്ക് വരികയാണ്. ടീനയോടും അതുപോലെ തന്നെ ഇമാജിനറിയത്തിലുണ്ടായിരുന്ന അത്രയും ആളുകളോടും അവൻ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ടോണിയാണ് ഇതേപോലെ പാവപ്പെട്ട കുട്ടികളുടെ ഓർഗൻസ് എല്ലാം ഈ ലോകത്തുള്ള വലിയ പണക്കാർക്കെല്ലാം വലിയ പൈസയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഓർഗൻ ട്രേഡ് നടത്തുന്നത് ഇവൻ തന്നെയാണ്. അവൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം ഇമാജിനറിയത്തിലുള്ള ആളുകളുടെ മുന്നിൽ നിന്നും വിളിച്ചു പറയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ ടോണിയാണെന്നുണ്ടെങ്കിൽ ആന്റണിന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട്. അവനിപ്പോ അറ്റാക്ക് ചെയ്യാണ്. ആന്റണും ടോണിയും കൂടി ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ടീന ഇവരെ പിടിച്ചു മാറ്റാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ടോണി അറിയാതെ ടീനയെ തല്ലാണ്. ഈ ഒരു കാര്യം കൂടി കണ്ടു കഴിഞ്ഞപ്പോ ഇമാജിനറിയത്തിലുണ്ടായിരുന്ന എല്ലാരും തന്നെ ടോണിക്ക് നേരെ തിരിയാണ്. അവരെല്ലാരും കൂടിയിട്ട് ടോണിയെ ആക്രമിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ ടീനയുടെയും അതുപോലെ തന്നെ ടോണിയുടെയും ഇമാജിനേഷനിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ ഈ ഒരു ലോകം. അതുകൊണ്ട് തന്നെ അതിപ്പോ കൊളാപ്സ് ആവാൻ തുടങ്ങുകയാണ്. എല്ലാവരും നാല് ഭാഗത്തേക്കും ചെതറി ഓടുന്നുണ്ട്. ഇങ്ങനെ കൊളാപ്സ് ആയിട്ടുള്ള ഒരു പീസിൽ നമ്മുടെ ആന്റൺ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഏത് നിമിഷവും അവൻ താഴേക്ക് വീഴാം. ടീന ഇപ്പോ ഓടി വന്നിട്ട് അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ആന്റൺ പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കണം, നിന്നെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആന്റൺ ടീനയുടെ കൈ വിട്ടിട്ട് ഇപ്പോ താഴേക്ക് വീഴുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ടീനയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ നാലുപാടും ഇപ്പോ ചെതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പതിവ് പോലെ തന്നെ അവളുടെ മുന്നിലേക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഗുഡും ഒന്ന് ബാഡും ആയിരുന്നു. എന്നാൽ ടീനയാണെന്നുണ്ടെങ്കിൽ അറിയാതെ ഡെവിളിന്റെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. പിന്നെ എന്താ സംഭവിക്കുക? മിസ്റ്റർ നിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ടീനയെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഒരുപാട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് മിസ്റ്റർ നിക്ക് വരുന്നുണ്ട്. അയാളിപ്പോ ഒരു പുതിയ ചലഞ്ച് നമ്മുടെ ഡോക്ടറിന് കൊടുക്കുകയാണ്. നിന്റെ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ നിനക്ക് ഒരു അവസരം കൂടി തരാം. ടോണിയില്ലേ, അവനെ എവിടെയാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് കൊന്നു കളയണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ മകളെ നിനക്ക് വിട്ടുതരാം. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഡോക്ടറിന് ഒരു ഇച്ചിരി പ്രതീക്ഷ വരുന്നുണ്ട്. ഡോക്ടർ ഇപ്പോ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ടോണിയാണ് കാണിക്കുന്നത്. ആ ഒരു ഇമാജിനറിയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും ടോണിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. ഈ ആളുകളും ഇവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് വരികയാണ്. ഇവൻ കഷ്ടപ്പെട്ട് മേലേക്ക് വലിഞ്ഞു കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ അവിടെ ഒരു തൂക്കുകയറിൽ തൂങ്ങാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ടോമ് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ തൂങ്ങി വരിക്കുന്നത്? എന്റെ പുറകെ വരുന്ന ആൾക്കാരെ കണ്ടില്ലേ? എങ്ങാനും അവർക്ക് എന്നെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാർ ഇതേ തൂക്കുമരത്തില് എന്നെ തൂക്കിക്കൊല്ലും. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡോക്ടർ ചിരിക്കുകയാണ്. നിനക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രണ്ട് പൈപ്പ് പുറത്തെടുക്കുന്നുണ്ട്. ഒരു പൈപ്പ് ഡോക്ടർ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു തൂക്കുമരത്തില് സ്വന്തമായിട്ട് തൂങ്ങുകയാണ്. എന്നാൽ ഈ ഒരു പൈപ്പിന്റെ കഷ്ണം തൊണ്ടയ്ക്കുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ മരിക്കുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ ഇപ്പോ ഹീറോനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു പൈപ്പ് ടോണിക്ക് എടുത്ത് കൊടുക്കുകയാണ്. ടോണി അത് തൊണ്ടയുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും ടോണിയെ ഓടിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും കൂടി ചേർന്നിട്ട് ടോണിയെ ആ ഒരു തൂക്കിലേക്ക് കയറ്റുന്നുണ്ട്. ടോണിയാണെങ്കിൽ ഈ ഒരു പൈപ്പ് തൊണ്ടയിലുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തില് എല്ലാരും നോക്കി ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഡോക്ടർ അവന് കൊടുത്തത് ഫേക്ക് ആയിട്ടുള്ള ഒരു പൈപ്പായിരുന്നു. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ടോണിയെ ആ ഒരു തൂക്കുമരത്തിൽ തൂക്കുന്നുണ്ട്. അവൻ ഫേക്ക് ആയിട്ടുള്ള ആ ഒരു പൈപ്പാണല്ലോ തൊണ്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടോണി മരിച്ചു പോവാണ്. ഡോക്ടർ ടോണിയെ കൊന്നു കളഞ്ഞുകൊണ്ട് തന്നെ നിക്കും ഡോക്ടറും തമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബെറ്റില് ഡോക്ടർ ജയിക്കുകയാണ്. അതുകൊണ്ട് നിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ടീനയെ അയാൾ വെറുതെ വിടുന്നുണ്ട്. എന്നാൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ടീന ഉള്ളത് എന്നുള്ളത് ഡോക്ടറിന് നിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഡോക്ടർ ഇപ്പോ ടീനയെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ കുറെ കാലം നടന്നിട്ട് നമ്മുടെ ഹീറോ ഇപ്പോ ഒരു പിച്ചക്കാരനായിട്ട് മാറിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡോക്ടറിന്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു പെൺകുട്ടി അതിൽ നടന്നു വന്നിട്ട് ഡോക്ടറിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തിട്ട് പോവാണ്. ഡോക്ടർ ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പണ്ട് ഡോക്ടർ ടീനയ്ക്ക് ഒരു കൊലുസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കൊലുസ് ഇട്ടിട്ടാണ് ഈ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോകുന്നുണ്ടായിരുന്നത്. ആ കൊലുസ് അത് ഞാൻ പണ്ട് അവൾക്ക് വാങ്ങിക്കൊടുത്ത കൊലുസാണല്ലോ, തീർച്ചയായിട്ടും ഇതെന്റെ മോളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോ അവളെ ഫോളോ ചെയ്തിട്ട് അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളില് ആന്റണും അതുപോലെ തന്നെ നമ്മുടെ ടീനയും വളരെ സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടറിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവാണ്. ടീനയും ആന്റണും അതുപോലെ തന്നെ അവരുടെ മകളും ഒരുപാട് സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കി കണ്ടുകൊണ്ട് ഡോക്ടർ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പേഴ്സി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അത് നിങ്ങളുടെ ഫാമിലി അല്ലേ, ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് കയറിച്ചല്ലേ. എന്നാ ഡോക്ടർ ഇപ്പൊ പറയാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ കൂടെ ആ ഒരു നിക്ക് ഉണ്ടാവും. ഞാൻ ഇനിയും അവരുടെ ലൈഫിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറയാണ്. ഇപ്പോ ഡോക്ടറും പേഴ്സിയും ചേർന്നിട്ട് ചെറിയൊരു തിയേറ്ററെല്ലാം ഉണ്ടാക്കിയിട്ട് ആ നാട്ടിലുണ്ടായിരുന്ന പിള്ളേരെ എല്ലാം എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തും മിസ്റ്റർ നിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടറെ, നമുക്കൊരു ബെറ്റ് വെച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ആന്റണി ഇപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന വടി വെച്ചിട്ട് ഡോക്ടറെ ഒന്ന് അടിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി ചാടാണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുന്നു പറയുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.